അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4/1/2025 മുതൽ 10/1/2025 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കും. ഓക്കെ, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്താണ് സ്റ്റാറ്റിക് ജി കെയുമാണ് എന്ത് ചെയ്യുന്നത് ഈ വീക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്? എന്താണ് ടൊബാക്കോ ബോർഡ്. ഓക്കെ, എന്താണ് ടൊബാക്കോ ബോർഡ്? എന്താണ് ഒരു കറണ്ട് അഫയർ ആയി വരാനുള്ള കാരണം? എന്താണ് ഓൺ ഇറ്റ്സ് ഫോർമേഷൻ ഡേ ടൊബാക്കോ ബോർഡ് ഹൈലൈറ്റ്സ് ദാറ്റ് ഏർണിംഗ് ഓഫ് Fluker Virginia FCV tobacco farmers have more than doubled between 2019-22 2023-24. ഓക്കെ, ഇതെന്താണ് ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ആയിട്ട് എന്താണ് വരാനുള്ള കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും നോക്കേണ്ട ആരെ കുറിച്ചാണ്? ആദ്യം ടൊബാക്കോ ബോർഡിനെ കുറിച്ച് നോക്കണം അല്ലെ. അതിനു മുമ്പ് FCV ടൊബാക്കോനെ കുറിച്ച് നോക്കണം. FCV ടൊബാക്കോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈ ക്വാളിറ്റി അരോമാറ്റിക് ടൊബാക്കോ വെറൈറ്റി ആണ്. ഓക്കെ, പ്രധാനമായിട്ടും സിഗരറ്റ് പോലുള്ളവയുടെ പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. നിലവിൽ എന്താണ് ഈ ടൊബാക്കോ പ്രൊഡ്യൂസറിൽ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് ഇത് ഇന്ത്യ. ഓക്കെ, അതായത് ടൊബാക്കോ പ്രൊഡക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? ചൈനയ്ക്കും. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇനി FCV ടൊബാക്കോ പ്രൊഡക്ഷനിൽ ഏകദേശം 4ാം സ്ഥാനത്താണ് ആര് വരുന്നത്? ഇന്ത്യ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇനി ഈ ടൊബാക്കോ ബോർഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടൊബാക്കോ ബോർഡ് എവിടെയാണ്? ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. 1975 നിലവിൽ വന്ന ടൊബാക്കോ ബോർഡ് ആക്ട് പ്രകാരം 1976 ജാനുവരി 1 ഇത് സ്ഥാപിതമാവുന്നത്. ടൊബാക്കോ ബോർഡ് എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാവുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൊമോട്ട് ഡെവലപ്മെന്റ് ഓഫ് ടൊബാക്കോ ഇൻഡസ്ട്രി ഇൻക്ലൂഡിംഗ് റെഗുലേഷൻ ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് FCV ടൊബാക്കോ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എന്താണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കാണാൻ പറ്റുക. ഇനി ഇത് ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ടൊബാക്കോ ബോർഡ് എന്ത് ചെയ്യുന്നത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ് എന്ത്? ടൈറ്റാനിയം. എന്താണ് ടൈറ്റാനിയം? എന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താണ്? റീസെന്റ് an Indian firm become India's first private company to commission a vacuum arc remelitically VAR furnaces for producing aerospace grade titanium alloy. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ് പറയുന്നത്? VAR is used to purify numerous alloys such as stainless steel, nickel based and titanium based alloys under vacuum conditions to ensure superior metallurgical structure and uniform alloy composition. Okay, ഇനി നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ നോക്കാം. ഇതിന്റെ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഹാർഡ് ആൻഡ് ഷൈനി സ്ട്രോങ് മെറ്റീരിയൽ ആണ് ഏതെന്ന് വിളിക്കുന്നത്? ടൈറ്റാനിയം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട ചെസ് മിനറൽസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ഇലുമിനറ്റിക് ആണ് ആൻഡ് രണ്ട് എന്താണ്? റൊട്ടൈൽ ആണ്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ലോ ഡെൻസിറ്റി ആണ്, ആൻഡ് കൊറീഷൻ റെസിസ്റ്റൻസ് ആണ്, ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഏതിലുള്ളത്? ടൈറ്റാനിയത്തിനുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. കൂടാതെ ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? മെഡിക്കൽ ഇംപ്ലാന്റ്സ്, പവർ പ്ലാന്റ് കൺസെൻറ്റേഴ്സ്, റെസിസ്റ്റൻസ് ടു കൊറീഷൻ ഇൻ സീ വാട്ടർ ആണ്, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്, അലോയ്സ്, ഏജന്റ് വിത്ത് മെറ്റൽസ് ഇൻക്ലൂഡിങ് അലുമിനിയം എന്നുള്ളതൊക്കെ ഏതിന്റെ പ്രത്യേകതയാണ്? ടൈറ്റാനിയത്തിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളത് എന്താണ് ഇതിന്റെ ഗ്രൂപ്പിൽ പെടുന്ന കാര്യമാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്താണ്? നോറോ വൈറസ്. ഇനി എന്താണ് നോറോ വൈറസ്? എന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം? എന്താണ്? US Centers for Disease Control and Prevention has
reported significant surge in neurovirus cases. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ എന്താണ് പ്രത്യേകതയാണ്. ഇനി ന്യൂറോ വൈറസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ ഹൈലി കണ്ടിന്യൂസ് വൈറസ് ദാറ്റ് കോസസ് ഗ്യാസ്ട്രോണിറ്റ്സ് കോമൺലി നോൺ ആസ് സ്റ്റൊമക് ഫ്ലൂ എന്നിവയാണ്. ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡ് ന്യൂവേസ, വോമിറ്റിംഗ്, ഡയറ്ററി എക്സെട്ര. അതുപോലെ തന്നെ എന്താണ്, നോറോ വൈറസ് ആർ റിലേറ്റീവ്ലി റെസിസ്റ്റന്റ് ഇൻ എൻവയോൺമെന്റ് ആസ് ദേ ക്യാൻ, അതുപോലെ തന്നെ എന്താണ്, സർവൈവ് ഫ്രീസിംഗ് ആസ് വെൽ ആസ് ഹൈ ടെമ്പറേച്ചർ ഇതിന്റെ പ്രത്യേകതയാണ്. ആൻഡ് ട്രാൻസ്മിറ്റഡ് പ്രൈമർലി ത്രൂ facial oral route, either by consumption of contaminated food or water or by spreading directly from person to person എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ആൻഡ് there is no specific medication for norovirus, അതായത് കൃത്യമായിട്ട് ഇതിന് എന്ത് കിട്ടില്ല, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ന്യൂസ് എന്താണ്, ഷെൻഡ്രൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്താ, റീസെന്റ് എ ഫ്യൂണൽ സർവേ വാസ് കണ്ടക്ടഡ് ഇൻ ദ ഷെൻഡ്രൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഫോക്കസ്ഡ് ഓൺ ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ഓർണോട്സ്, ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാംസെൽഫീസ് ആൻഡ് അതർ വൈൽഡ് ലൈഫ്. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പീഷീസ് ലൈക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള, മലബാർ ബാൻഡഡ് പീകോക്ക് ബട്ടർഫ്ലൈ വേർ സ്പോട്ടഡ്. ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതെവിടെയാണ് സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, സിറ്റുവേറ്റഡ് ഇൻ സദേൺ വെസ്റ്റ് ഗട്ട്സ് ഓഫ് കൊല്ലം. കൊല്ലത്തിലെ സദേൺ വെസ്റ്റ് ഗട്ട്സിലാണ്, കേരളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇത് ഏതിന്റെ ഭാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിന്റെ ഭാഗമാണ്, അഗസ്ത്യമലൈ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടാണ് ഇത്. ആൻഡ് ഇറ്റ് ഡെറൈവ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ എൻഡമിക് സ്പീഷീസ് ഗുദ ട്രാവൻകോറിയ, ലോക്കലി നോൺ ആസ് ചെങ്കുറിഞ്ഞി എന്നുള്ളതിൽ നിന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇനി ഇതിലൂടെ പോകുന്ന മേജർ റിവേഴ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഷെൻഡ്രി, അതുപോലെ തന്നെ പറയുന്ന ഏതാണ്, കുഴന്തുർക്കി ആൻഡ് കുലന്തിപ്പുഴ ടുഗദർ ഫോമിംഗ് ദ റിവർ കലാടയാണ്. ആൻഡ് കോമൺ ഫ്യൂണകളാണ് ഏതാണ്, എലിഫന്റ്, ഗോ, സാമ്പ, മലബാർ ജെയിൻസ് സ്ക്യൂറൽ, നീലഗിരി ലാംഗോർ, ലയൺ ടൈൽഡ് മക്യോ ഒക്കെ ഇവിടെ കാണപ്പെടുന്ന കോമൺ ഫ്യൂണേഴ്സ് ആണ്. ആൻഡ് തേൻമല ഈസ് ദ ഫസ്റ്റ് പ്ലാന്റ് ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഹിയർ എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്, റൈറ്റ് ടു പ്രോപ്പർട്ടി. എന്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ന്യൂസിൽ വരാൻ കാരണം, ദ സുപ്രീം കോർട്ട് stated that while the right to property is no longer a fundamental right, it remains constitutional recognized human rights എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന നമുക്ക് സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും 7 മൗലികാവകാശങ്ങളാണ് എന്താണ് ഉണ്ടായിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക, അല്ലെ? ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ഏതാണ്, നമുക്ക് ആദ്യത്തെ മൗലികാവകാശം നമുക്കറിയാം ഏതാണ്, റൈറ്റ് ടു ഈക്വാലിറ്റി അഥവാ തുല്യതയ്ക്കുള്ള അവകാശമാണ്. ഇനി രണ്ടാമത്തെ മൗലികാവകാശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, റൈറ്റ് ടു ഫ്രീഡം ആണ്. ഓക്കെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് രണ്ടാമത്തെ മൗലികാവകാശം. ഏതാണ്, റൈറ്റ് ടു ഫ്രീഡം. ആൻഡ് മൂന്നാമത്തെ മൗലികാവകാശം ഏതാണ്, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ആൻഡ് നാലാമത്തേതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. നാലാമത്തെ മൗലികാവകാശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. ആൻഡ് അഞ്ചാമത്തെ മൗലികാവകാശം ഏതാണ്, കൾച്ചറൽ ആൻഡ്
എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. ആറാമത്തെ മൗലികാവകാശം ഏതായിരുന്നു? നിലവിലല്ല, ഏതായിരുന്നു? റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു, സ്വത്തവകാശം. ആൻഡ് ഏഴാമത്തെ മൗലികാവകാശം ഏതാണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ, ഇങ്ങനെ 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം. അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ടു പ്രോപ്പർട്ടി ആദ്യകാലങ്ങളിൽ ഏതായിരുന്നു? മൗലികാവകാശമായിരുന്നു. പക്ഷേ നിലവിൽ എന്തല്ല? നമുക്കറിയാം, നിലവിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തല്ല? ഒരു മൗലികാവകാശമല്ല എന്നുള്ളതാണ്, അല്ലെ? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്ന സമയത്ത്, അഥവാ 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് F പ്രകാരവും ആർട്ടിക്കിൾ 31 പ്രകാരവും ഏതായിരുന്നു? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്ന ഒരു മൗലികാവകാശമായിരുന്നു. പിന്നീട് 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ ഇതിനെ എങ്ങോട്ട് മാറ്റുന്നുണ്ട്? ആർട്ടിക്കിൾ 300 മാറ്റുന്നുണ്ട്. എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 300 എന്താണ് പറയുന്നത്? നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് പ്രോപ്പർട്ടി സേവ് ബൈ അതോറിറ്റി ഓഫ് ലോ. അതായത് നിയമാനുസൃതമായ ഭൂമി കയ്യിൽ വെക്കാന്നേ ഉള്ളൂ. അപ്പൊ നാളെ ഗവൺമെന്റ് ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കാം. ഓക്കെ, ഇനി ഇത് റൈറ്റ്, ചിലപ്പോൾ നാളെ ചോദിക്കുകയാണ്, ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി മൗലികാവകാശമല്ല എന്ന് പറഞ്ഞ കേസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. അത്രയും പോപ്പുലറായ കേസായിരുന്നു. ഏതായിരുന്നു? കേശവാനന്ദ ഭാരതി കേസാണ്. സോ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, 1973 ഏപ്രിൽ 24. ഈ കേസിലാണ് എന്ത് പറയുന്നത്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്തല്ല? ഒരു മൗലികാവകാശമല്ല എന്ന് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. നിലവിൽ എന്താണ്? നമുക്ക് വേണമെങ്കിൽ പറയാം, നിലവിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്ന ഒന്നെങ്കിൽ എന്താണ്? ഒരു ലീഗൽ റൈറ്റ് ആണ്, നിയമപരമായ അവകാശമാണെന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? നിലവിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഓക്കെ, എന്താണ്? നിലവിൽ എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, അതായത് ഭരണഘടനാപരമായ ഒരു അവകാശം മാത്രമാണ് ഏത് എന്ന് വിളിക്കുന്നത്? ഈ പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത് എന്താണ്? അതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് എന്താണ്? റിവർ ഗോംതി. എന്താണ് റിവർ ഗോംതി? എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? ബിൽഡിംഗ് ഓൺ ദ സക്സസ് ഓഫ് ദ ഫസ്റ്റ് കോമ്പോസിറ്റ് ഇക്കോളജിക്കൽ ടാസ്ക് ഫോഴ്സ് CETF for the Ganga, the Indian Army has formed a new company for the revitalization of river Gomti. ഇതിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ദ CETF, നമ്മൾ പറഞ്ഞു എന്താണ് ഈ CETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? കോമ്പോസിറ്റ് ഇക്കോളജിക്കൽ ടാസ്ക് ഫോഴ്സ് ആണ്. ഈസ് എ യൂണിറ്റ് ഓഫ് എക്സ് സർവീസ് മാൻ എയിംഡ് സപ്പോർട്ടിംഗ് ഓഫ് NMCGs, ദാറ്റ് മീൻസ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ, എഫേർട്സ് ടു റെഡ്യൂസ് പൊല്യൂഷൻ ദ റിവർ ഗംഗ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് ഏത് ന്യൂസിൽ വരുന്നത്? റിവർ ഗോംതി എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇനി ഇതിന്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ എന്താണ്? സ്റ്റാർട്ട് അറ്റ് ദ ഗോമാതാൽ, ആൾസോ കാൾഡ് ഫുർണാർജിയാണ്, നിയർ മധുഹോന്ദ ഇൻ പ്ലിബിറ്റ് ഡിസ്ട്രിക്ട് ഓഫ് UP ആണ്. ആൻഡ് ഇതിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ എത്രയാണ്? ഇറ്റ് ഈസ് tributary of river Ganga, merges with the river Ganga in Ghazipur district of UP ആണ്. ആൻഡ് ട്രൈബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? കത്തിന, സായ് തുടങ്ങിയവയാണ്. ആൻഡ് മേജർ സിറ്റീസ് ഏതൊക്കെയാണ്? ലക്നൗ, ജുൻപൂർ എന്നുള്ളതും ഏതിന്റെ പ്രത്യേകതയാണ്? ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇതിന്റെ മേജർ സിറ്റീസ്, അതായത് ഇത് കടന്നു പോകുന്ന മേജർ സിറ്റീസ്. ഓക്കെ, അപ്പൊ നമുക്ക് സാധാരണ ഈ റിവർ സൈഡിൽ നിന്നൊക്കെ ചോദ്യം വരുമ്പോൾ ഇതിന്റെ ഒറിജിൻ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ലെങ്ത്, അതിന്റെ ട്രൈബ്യൂട്ടറീസ്, അത് കടന്നു പോകുന്ന മേജർ സിറ്റീസ് ഒക്കെ എന്താണ് സാധാരണ എക്സാമിന് എന്താണ് ചോദിച്ച് കാണാറുള്ള എന്താണ് കാര്യങ്ങളാണ് എന്നുള്ളത് ഏതിന്റെ പ്രത്യേകതയാണ്? ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് പ്രൊജക്ട് വിസ്റ്റ. എന്താണ് പറയുന്നത്? IIT Madras has partnered with the Ministry of Agriculture and Farmers Welfare on Project Vista,
virtually integrated system to access agricultural resources. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഇനി നമുക്ക് പ്രൊജക്ട് വിസ്റ്റാറിനെ കുറിച്ച് നോക്കാം. എന്താണ്? ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്, AI augmented ആണ്, ആൻഡ് എവറി സ്റ്റേറ്റ് ക്യാൻ ബിൽഡ് ദയർ ഓൺ അഗ്രി അഡ്വൈസറി നെറ്റ്വർക്ക് ആണ് ഈ പ്രൊജക്ട് വിസ്റ്റാർ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് ഡീസെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ടു പ്രൊവൈഡ് സീംലെസ് ആക്സസ് ടു വൈറ്റൽ അഗ്രികൾച്ചറൽ റിസോഴ്സസ് ആണ്. ആൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്, എൻഹാൻസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസോഴ്സസ് യൂട്ടിലൈസേഷൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ആൻഡ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എക്സ്പാൻഡ് ആക്സസ് ടു ഹൈ ക്വാളിറ്റി അഡ്വൈസറി സർവീസസ് ഓൺ ക്രോപ്പ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, വാല്യൂ അഡീഷൻ ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ളതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. കൂടാതെ എന്താണ്, പ്രൊവൈഡ് ഫാർമേഴ്സ് വിത്ത് ഇൻഫോർമേഷൻ ഓൺ റെലവന്റ് ഗവൺമെന്റ് സ്കീംസ് എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്, ഹൈഡ്രോജൻ. ഓക്കെ, ഇനി എന്താണ് ഹൈഡ്രോജൻ, എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം എന്താ? റീസെന്റ് the researchers from IIT Guwahati developed an innovative injectable hydrogel for targeted breast cancer therapy. Okay, അതായത് എന്താണ്, ബ്രസ്റ്റ് ക്യാൻസർ തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻജെക്ടബിൾ ഹൈഡ്രോജൽ ആര് കണ്ടെത്തിയിരിക്കുന്നത്, IIT ഗുവാഹത്തി. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. The newly developed hydrogel made of protein-based ultra-short peptides remain stable at injection site by being insoluble in body fluids എന്നുള്ള ഇതിന്റെ എന്താണ് ഭാഗമാണ്. And these peptides are both biocompatible and biodegradable എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഈ ഹൈഡ്രോജലിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഹൈഡ്രോജലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹൈഡ്രോജൽസ് എന്താണ്, വാട്ടർ ബേസ്ഡ് 3-dimensional polymer network capable of absorbing and retaining fluids ആണ്. And their unique structure mimics living tissues, making them suitable for biomedical applications എന്നുള്ള ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് നാഷണൽ സ്പോർട്സ് അവാർഡ് 2024. Ministry of Youth Affairs and Sports announced the National Sports Awards 2024 to be awarded by the President of India. Okay, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കും. ഇനി നാഷണൽ സ്പോർട്സ് അവാർഡ് 2024 കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, they are a collection of 6 awards given to sport persons, coaches or ഓർഗനൈസേഷൻസ് എക്സെട്ര. അതായത് ഈ 6 അവാർഡുകൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, ഒന്ന് സ്പോർട്സ് പേഴ്സൺ ആണ്, അതുപോലെ തന്നെ 2 ആൾക്കാണ് കോച്ചസ്, 3 അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസേഷൻസിനൊക്കെയാണ് ഇത് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് 2024 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇത് നിലവില് ഈ വർഷം ആർക്കൊക്കെയാണ് കൊടുത്തത്, അതായത് 2024 ആർക്കൊക്കെയാണ് കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗുഗേഷ് ഡിക്കാണ്, ചെസ് ആണ്, അതുപോലെ തന്നെ 2 ഹർമീത് സിംഗ് ആണ്, ഹോക്കി, ആൻഡ് പ്രവീൺ കുമാർ എന്താണ് പാരാ അത്ലറ്റിക്സ്, ആൻഡ് മനു ഭാസ്കർ എന്താണ് ഷൂട്ടിംഗ് ആണ്. അതായത് അവരുടെ മേഖലയിൽ 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്കാണ് എന്ത് കൊടുക്കുന്നത്, ഈ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇത് കൂടാതെ കൊടുക്കുന്ന 5 അവാർഡുകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഏതാണ് അർജുന അവാർഡ്, 2 ഏതാണ് അർജുന ലൈഫ് ടൈം അവാർഡ്, 3 ദ്രോണാചാര്യ അവാർഡ് അത് കോച്ചസിനാണ്, ആൻഡ് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ടോപ്പ് പെർഫോമിംഗ് യൂണിവേഴ്സിറ്റിയും ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിനാണ്. പിന്നെ വരുന്നതാണ് ഇത് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ, ഇതാർക്കാണ് ഓർഗനൈസേഷൻസിന്, ഇൻഡിവിജ്വൽസിന് എന്താണ് ഏകദേശം 3 വർഷമായിട്ട് എന്താണ് സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക്, ഡെവലപ്പ് ചെയ്യുന്നവർക്കാണ് എന്ത് ചെയ്യുക, ഇത്തരം അവാർഡുകൾ കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് പിഗ് ബുച്ചറിംഗ് സ്കാം. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം, The Union Ministry of Home Affairs in its annual report 2023-24 highlighted the
ന്യൂ സൈബർ ഫ്രോഡ് നോൺ ആസ് ദ ബിറ്റ് പിക്ചറിംഗ് സ്കാം ഓർ ഇൻവെസ്റ്റ്മെന്റ് സ്കാം എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് ഇത് പറയുന്നത്. അപ്പൊ ഇതിന് രണ്ട് പേരുകളുണ്ട്. ഒന്നെങ്കിൽ ഇതിനെ ബിഗ് പിഗ് പിക്ചറിംഗ് സ്കാം എന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്കാം എന്നോ വിളിക്കാം. ഓക്കെ, ഇനി എന്താണ് ഈ പിഗ് ബുച്ചറിംഗ് സ്കാം എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് എ ഗ്ലോബൽ ഫിനോമിനൻ ആൻഡ് ഇൻവോൾവ്സ് ലാർജ് സ്കെയിൽ മണി ലോണ്ടറിംഗ് ആൻഡ് ഈവൻ സൈബർ സ്ലേവറി എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ഇൻ വിച്ച് വിക്ടിം ഗ്രാജുവലി ലോഡ് ഇൻ ടു മേക്കിംഗ് ഇൻക്രീസിംഗ് മോണിറ്ററി കോൺട്രിബ്യൂഷൻ ടു സീമിംഗ്ലി സൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ബിഫോർ സ്കാമർ ഡിസപ്പിയേഴ്സ് ദ കോൺട്രിബ്യൂട്ടഡ് മണീസ്. അതായത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കൂടുതൽ പണം ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം സ്കാമുകൾ നടക്കുന്നത്. ഇത് സ്കാമേഴ്സ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇതിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒന്ന് ഏതാണ്? അൺഎംപ്ലോയിഡ് യൂത്ത്സ്, രണ്ട് എന്താണ്? ഹൗസ് വൈഫ്, മൂന്ന് സ്റ്റുഡൻസ് തുടങ്ങിയവരെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്താണ് ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്? കജുവ മൊയ്നുദ്ദീൻ ചിസ്തി. കാലഘട്ടം 1141 മുതൽ 1235 വരെയാണ് ആരുടെ കാലഘട്ടം? ഈ വ്യക്തിയുടെ എന്താണ് കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതെന്താണ് കറണ്ട് അഫെയറിൽ വരാനുള്ളൊരു കാരണം എന്താണ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം നോക്കി നോക്കാം അല്ലെ. എന്താണ് ഇത് കറണ്ട് അഫെയറിൽ വരാനുള്ള ഒരു കാരണം എന്താ നോക്കി. The Prime Minister greeted people on UAS Kajwa Moinuddin Christie. URS is held annually at Shrine of Sulfi Saint, commemorate his death anniversary. Okay, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്ന ഇതിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ എന്താണ് പ്രത്യേകതയാണ്. ഓക്കെ, ഇനി കജുവ മൊയ്നുദ്ദീൻ ചിസ്തിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ബോൺ ഇൻ 1141 CE in Chisti Heritage, Afghanistan. അതുപോലെ തന്നെ എന്താണ്? He is the most famous saint in Chisti order of Sufism in the Indian subcontinent ആണ്. And Chistiya order was founded in Indian by him. Okay, ഇന്ത്യയിൽ Chistiya order കൊണ്ടുവരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇദ്ദേഹമാണ് കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. And a major feature of Chisti tradition was honestly including maintaining a distance from worldly power എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫേമസ് ഡിസിപ്ലിൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഖജുവ കുത്തുബുദ്ദീൻ ബക്തിയ ഖാക്കി, നിസാമുദ്ദീൻ ഔലിയ ആൻഡ് നസറുദ്ദീൻ ചാൾക്കൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഫേമസ് ഡിസിപ്ലിൻസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? സ്റ്റേറ്റ് കൺസെന്റ് ഫോർ CBI. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? എന്താണ്? Supreme Court held that CBI does not require sanction of a state government to register a case under the central legislation like Prevention of Corruption Acts against the central government employee posted in state concern. അതായത് എന്താണ്? ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്കെതിരായിട്ടുള്ള ഒരു കേസ് അന്വേഷിക്കണം, ലൈക്ക് ഈ കറപ്ഷൻ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് ആരുടെ സമ്മതം ആവശ്യമില്ല. ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ CBIക്ക് ആരുടെ സമ്മതം ആവശ്യമില്ല, സ്റ്റേറ്റിന്റെ സമ്മതം ആവശ്യമില്ല എന്നാണ് ആര് പറയുന്നത്? സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. ആൻഡ് ദിസ് ഓവർടേൺഡ് ആൻ ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട് ഡിസിഷൻ ദാറ്റ് ഹാഡ് ഡിസ്മിസ്ഡ് എ കേസ് അഗെയിൻസ്റ്റ് സെൻട്രൽ എംപ്ലോയീസ് ഡ്യൂ ടു ലാക്ക് ഓഫ് സ്റ്റേറ്റ് കൺസെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യം ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി അബൌട്ട് സ്റ്റേറ്റ് കൺസെന്റ് ഫോർ CBI നോക്കുകയാണെങ്കിൽ എന്താണ്? സെക്ഷൻ 6 ഓഫ് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1946 റിക്വയർസ് CBI ടു ഗെറ്റ് സ്റ്റേറ്റ് കൺസെന്റ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ എ ക്രൈം ഇൻ സ്റ്റേറ്റ് എന്നാണ്. അതിൽ 2 ടൈപ്സ് ഓഫ് കൺസെന്റ് ആണ്. ഒന്ന് ജനറൽ കൺസെന്റും രണ്ടെന്താണ് കേസ് സ്പെസിഫിക് കൺസെന്റും. പക്ഷേ ഈ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് എതിരെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആവശ്യമില്ല എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞതായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് നിലവിൽ എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് എന്താണ്? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ പോയ. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താണ്? മനസദോ സ്പേസ് IIT ബോംബെ സ്റ്റാർട്ടപ്പ് സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ദയർ ഗ്രീൻ പോപ്പുലേഷൻ സിസ്റ്റം VYOM2U
on board PSLV C60 in space using POEM-4 എന്നുള്ളതാണ്. And POEM-4 offers triple the capacity of its predecessor POEM-3 എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി ഇത് ലോഞ്ച് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ആണ്. ആൻഡ് ഇതിന്റെ പർപ്പസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടു പ്രൊവൈഡ് എ കോസ്റ്റ് എഫക്റ്റീവ് പ്ലാറ്റ്ഫോം ഫോർ ഓൺ orbit experiments. So far, launching proprietary system into space has traditionally been prohibitively expensive for smaller entities എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. And working എങ്ങനെയാണ്? Transform PSLV's fourth stage into a 3 flying space tested in the low Earth orbit ആണ്. And strategic importance എന്താണ്? Reduces entry barriers for startup, promote space technology innovation in India എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇതിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? ബാങ്കറ്റ്. എന്താണ്? ബാങ്ക് അസറ്റ് ഓപ്ഷൻ നെറ്റ്വർക്ക്. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താ? മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ലോഞ്ച്ഡ് എ റീവാംപ്ഡ് ഇ ഓപ്ഷൻ പോർട്ടൽ കോൾഡ് ബാങ്കറ്റ് എന്നാണ്. ഇനി എന്താണ് ഈ ബാങ്കറ്റ്? It consolidates information on e-auction properties from all public sector banks and offers a one-stop destination for buyers and investors to discover a wide range of assets. Okay, അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. The listings including residential properties such as flats, independent houses and upon plots, as well as the commercial properties, industrial land and building shops എന്നുള്ളതൊക്കെ എന്താണ്? ഇതിന്റെ പ്രത്യേകതയാണ്. The platform expected to unlock the value of distressed asset and boosting investor confidence എന്നുള്ളതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്. അറ്റോമിക് ക്ലോക്ക്. എന്താണ് അറ്റോമിക് ക്ലോക്ക്? എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? ക്വാണ്ടം ബേസ്ഡ് അറ്റോമിക് ക്ലോക്ക് has been developed in United Kingdom. Okay, UK എന്ത് ചെയ്തിട്ടുണ്ട്? ക്വാണ്ടം ബേസ്ഡ് ആയിട്ടുള്ള അറ്റോമിക് ക്ലോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി അറ്റോമിക് ക്ലോക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അറ്റോമിക് ക്ലോക്ക് ടൈപ്പ് ഓഫ് എ ക്ലോക്ക് ദാറ്റ് യൂസസ് സർട്ടൻ resonance frequencies of atomic, usually cesium and rubidium, to keep time with extreme accuracy. And it is claimed that quantum based atomic clock will lose less than 1 second over billions of years, allowing scientists to measure time at an unprecedented scale എന്നുള്ളതും ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻക്രീസിംഗ് അക്യുറസി ഓഫ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം GNSS ഒക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. ആൻഡ് എൻഹാൻസ് ദ അക്യുറസി ഓഫ് അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം ലൈക്ക് ഗൈഡഡ് മിസൈൽസ് ഒക്കെ എന്താണ്? അഡ്വാൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഏത്? ഹ്യൂമൻ മെറ്റോ ന്യൂമറോ വൈറസ് HMPV. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? China is experiencing surge in HMPV cases, particularly in children under 14 years of age. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, റെസ്പിറേറ്ററി വൈറസ് ദാറ്റ് കോസസ് മൈൽഡ് ഇൻഫെക്ഷൻ സിമിലർ ടു ദാറ്റ് കോസ്ഡ് ബൈ കോമൺ കോൾഡ് എന്നുള്ളതാണ്. ആൻഡ് ഡിസ്കവർ ഇൻ 2001. ഇതെന്താണ് ഡിസ്കവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2001 ഡിസ്കവർ ചെയ്യുന്നത്. It belongs to the Pinnodoviridae family along with the respiratory synthetic virus RSV ആണ്. And transmission എന്താണ്? Spreads from the person to person or surface to person എന്നുള്ളതാണ്. And symptoms എന്തൊക്കെയാണ്? Cough, fever, nasal congestion and shortness of breath ആണ്. And treatment എന്താ? Currently there is no specific antiviral therapy to treat HMPV and no vaccine to prevent HMPV. നിലവിൽ ഇതിനെതിരായിട്ടൊരു വാക്സിനോ അല്ലെങ്കിൽ ഒരു മെഡിസിനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് ഏത്? ഐസ്ലാൻഡ് ഡെവലപ്മെന്റ് ഏജൻസി IDA. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താ? ദ യൂണിയൻ ഹോം മിനിസ്റ്റർ ചെയർഡ് ദ 7th മീറ്റിംഗ് ഓഫ് ദ ഐസ്ലാൻഡ് ഡെവലപ്മെന്റ് ഏജൻസി.
ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇത് സെറ്റപ്പ് ചെയ്യുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 സെറ്റപ്പ് ചെയ്യുന്ന. എയിം എന്താണ്, ടു പ്രൊമോട്ട് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ഐലാൻഡ് ആണ്. ആൻഡ് ഐഡിയ റിവ്യൂസ് ദ പ്രോഗ്രസ് ഓഫ് ഡിഫറെന്റ് ഡെവലപ്മെന്റ് പ്രൊജക്ട് എന്നുള്ളതും ഇതിന്റെ ഭാഗമാണ്, ഇതിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്, റാണു വേലു നെച്ചിയ. കാലഘട്ടം എത്രയാണ്, 1730 മുതൽ 1796 വരെയാണ് ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം, എന്താ, പ്രൈം മിനിസ്റ്റർ പെയ്ഡ് ട്രൈബ്യൂട്ട് ടു റാണു വേലു നെച്ചിയ ഓൺ ഹെർ ബർത്ത് ആനിവേഴ്സറി എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ്, ഷീ വാസ് ദ പ്രിൻസസ് ഓഫ് രാമനാഥപുരം, തമിഴ്നാടു, ആൻഡ് ചൈൽഡ് ഓഫ് റൂറൽ രാംനാഥ് കിങ്ഡം ആണ്. ആൻഡ് നോൺ ബൈ തമിഴ്സ് ആസ് വീരമങ്കൈ. ഓക്കെ, തമിഴ് പീപ്പിൾ എന്ത് പേരിലാണ് ഇവരെ വിളിക്കുന്നത്, വീരമങ്കൈ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. റീഇൻഹെറിറ്റഡ് ശിവഗംഗി കിങ്ഡം ഓഫ് ഹർ ഹസ്ബൻഡ് ആൻഡ് ഷീ വാസ് ദ പ്രൊഫഷൻ ലാംഗ്വേജസ് ഇൻ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഉറുദു. അതായത് 3 ലാംഗ്വേജുകളിൽ പ്രൊഫഷൻഡ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു, ഒന്ന് ഫ്രഞ്ച്, ഒന്ന് ഇംഗ്ലീഷ്, ആൻഡ് അനദർ വൺ ഈസ് ഉറുദു. ഇനി കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഷീ വാസ് ദ ഫസ്റ്റ് ക്യൂൻ ടു ഹാവ് എവർ ആക്റ്റീവ്ലി ഓപ്പോസ്ഡ് ബൈ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിനെതിരെ ആക്റ്റീവായ ആദ്യത്തെ ക്യൂൻ എന്നുള്ള വിശേഷണം എടുക്കേണ്ട. ആൻഡ് ഇൻ കൊളാബറേഷൻ വിത്ത്, അവർ ആദ്യമായിട്ട് കൊളാബറേഷൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്താണ്, ഹൈദരലി ആൻഡ് ഗോപാല നൈക്ക. ആൻഡ് ബ്രിട്ടീഷിനെതിരായിട്ട് ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. ആൻഡ് വെൻ ടു പ്രൊഡ്യൂസ് ഫസ്റ്റ് ഹ്യൂമൻ ബോംബ്. അതുപോലെ തന്നെ എന്താണ്, എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ആർമി ട്രെയിൻഡ് വുമൺ സോൾജേഴ്സ്. അതുപോലെ തന്നെ വുമൺ സോൾജേഴ്സ് ഉള്ള ആദ്യത്തെ ആർമി കൊണ്ടുവന്നതും, അതുപോലെ തന്നെ ആദ്യത്തെ ഹ്യൂമൻ ബോംബ് പ്രൊഡ്യൂസ് ചെയ്തതും ആരാണ്, ഇവരാണ് എന്നുള്ളമാരുടെ പ്രത്യേകതയാണ്, ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്, പോവർട്ടി. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം, പോവർട്ടി എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം. ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഹൈലൈറ്റഡ് ദ പ്രോഗ്രസ് ഓഫ് ദ പ്രധാൻ മന്ത്രി ആവാസ് യോജന ഗ്രാമീൺ PMAYG ആൻഡ് എംഫസൈസ്ഡ് intensifying efforts to create poverty free villages. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. അല്ലെ, നമ്മൾ ഈ പോവർട്ടി അഥവാ ദാരിദ്ര്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് വേൾഡ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം എന്താണ് പോവർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പോവർട്ടി ഈസ് ദ ലാക്ക് ഓഫ് സഫിഷ്യന്റ് ഇൻകം. സഫിഷ്യന്റ് ഇൻകം ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, ഓർ റിസോഴ്സസ് ടു മീറ്റ് ബേസിക് നീഡ്സ്. അതായത് ബേസിക് നീഡ്സ് എന്താണ്, മീറ്റ് ചെയ്യാൻ വേണ്ട റിസോഴ്സസ് ഇല്ലാത്തതായിരിക്കാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി manifest as deprivation in areas like housing, food or health ആണ്. ഇനി അതിൽ തന്നെ ഈ പോവർട്ടി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്താണ് ആബ്സല്യൂട്ട് പോവർട്ടിയും, ഒന്നെന്താണ് റിലേറ്റീവ് പോവർട്ടി. അതിൽ ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ കണ്ടീഷൻ വേർ ഇൻഡിവിജ്വൽസ് ലാക്ക് ഓഫ് ദ റിസോഴ്സസ് ടു മീറ്റ് ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ എന്നുള്ളതാണ്. ആൻഡ് ടിപ്പിക്കലി മെഷേർഡ് ബൈ ദി പോവർട്ടി ലൈൻ. നമ്മൾ ഇന്ത്യക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെ, BPL APL അല്ലെ. ഇനി റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പോവർട്ടി ഡിഫൈൻഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കമ്പയർഡ് ടു അതേഴ്സ് ദ സൊസൈറ്റി. അതായത് മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ട് എക്കോണമിക് ഇൻഈക്വാലിറ്റിക്ക് അനുസരിച്ച് തരംതിരിക്കുന്നതാണ് റിലേറ്റീവ് പോവർട്ടി. പക്ഷെ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അബ്സല്യൂട്ട് പോവർട്ടിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. ഇനി നമുക്കറിയാം ഓരോ 5 വർഷം കൂടുമ്പോഴാണ് നമ്മൾ പോവർട്ടി മെഷർ ചെയ്യുന്നത്. ആരാണ് മെഷർ ചെയ്യുന്നത്, NSS ആണ് അല്ലെ, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആണ്. നീതി ആയോഗിന്റെ നോഡൽ ഏജൻസിയാണ് ഈ NSSO. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിൽ വരുന്ന ഏജൻസിയാണ്. 1950 ഇതിന് തുടക്കം കുറിക്കുന്നത്. NSSO എന്താണ് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റാം, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്താണ്, ടൈപ്പ് ഓഫ് ട്രേഡ് അഗ്രിമെന്റ്സ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, the Latin America and Caribbean region has become a key focus of India's foreign policy with the sustained growth and diversified ties across all 33 nations. Despite progress, India still lags behind China, which has a far stronger presence in the region. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വരാൻ കാരണം. ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രേഡ് അഗ്രിമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാണ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. എന്താണ് ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, FTA എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് FTA is comprehensive agreement between 2 or more countries aimed at reducing trade barriers ആണ്. ടാക്സ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യുക, പരസ്പരം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് കുറവായിരിക്കും എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഇത്
Preferential Trade Agreement, PTA. എന്താണ് PTA എന്ന് പറയുന്നത്? എന്താണ്? A PTA is an agreement where partner countries provide preferential access to certain products by reducing tariff on specific items എന്നുള്ളതാണ്. Some tariff may even be eliminated entirely എന്നുള്ളതാണ് ഇത് ഈ Preferential Trade Agreement. പിന്നെ വരുന്നതാണ് ഇത് Comprehensive Economic Partnership Agreement, CEP. എന്താണ്? A CEPA is more extensive than FTA ആണ് and encompassing trade in services, investment and border economic cooperation ആണ്. And India has established a CEPA with South Korea and Japan എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് Comprehensive Economic Cooperation Agreement, CECA. എന്താണ്? A CECA primarily focus on trade tariff and tariff rate quotas, TRQs, but it less comprehensive than CEPA. India has signed CECA with Malaysia എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് India's initiatives for reforms in defense forces. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താ? Recently, the Ministry of Defense has decided to observe 2025 as the year of reforms and transform the armed forces into technologically advanced combat ready force capable multi-domain integrated operations. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഈ ഡിഫൻസ് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ പ്രധാനമായിട്ടും എടുക്കുന്ന ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോർസ്, അതുപോലെ തന്നെ എന്താണ് കോർപ്പറേഷനൈസേഷൻ ഓൺ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ്സ്, ഡിഫൻസ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ചലഞ്ച്, സുർജാൻ പോർട്ടൽ, അതുപോലെ തന്നെ എന്താണ് ഇന്നോവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ്, IDX ആൻഡ് മിഷൻ രക്ഷഗ്യാൻ ശക്തിയൊക്കെ എന്താണ് നമ്മുടെ മിലിറ്ററിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, മിലിറ്ററി അല്ല ഡിഫൻസിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള എന്താണ് ഇനീഷ്യേറ്റീവ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ്, CGWB. എന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താ? The Central Groundwater Board report reveals a troubling rise in groundwater contamination across India, with more districts showing excessive nitrate levels. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? The CGWB established under the Ministry of Water Resources, now Ministry of Jal Shakti. അതായത് നിലവിലെ മിനിസ്ട്രി ഓഫ് ജൽ ശക്തി, അതായത് പണ്ടത്തെ മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസിന്റെ അണ്ടറിലാണ് ഇത് നിലവിൽ വരുന്നത്. ഈസ് ദ അപ്പെക്സ് ബോഡി ഓഫ് മാനേജിംഗ്, എക്സ്പോർട്ടിംഗ്, മോണിറ്ററിംഗ്, അസറ്റിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ഇൻ ഇന്ത്യ. അല്ലെ, ഇന്ത്യയിലെ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസിന്റെ മാനേജിംഗ്, എക്സ്പോർട്ടിംഗ്, മോണിറ്ററിംഗ്, അസറ്റിംഗ് ആൻഡ് റെഗുലേറ്റിംഗിന്റെ അപ്പെക്സ് ബോഡിയാണ്. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1970, 1970 ഇതിന് തുടക്കം കുറിക്കുന്നത്. CGW was initially formed, renamed the Exploratory Tube Well Organization, was later merged with Groundwater Wing of Geological Survey in India 1972. 1972 എന്ത് ചെയ്യുന്നുണ്ട്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഗ്രൗണ്ട് വാട്ടർ വിങ്ങുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മെർജ് ചെയ്യുന്നുണ്ട്. And the Central Water Authority, CGWA, constituted under the Environmental Protection Act 1986 ആണ്, and regulate groundwater development, ensure its sustainability എന്നുള്ളത് ഇതിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് ടൈപ്സ് ഓഫ് റിന്യൂവബിൾ എനർജി. ഓക്കെ, ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് റിന്യൂവബിൾ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റും? ആദ്യം വരുന്നത് സോളാർ എനർജിയാണ്. എന്താണ്? ഹാർനസ് ഫ്രം ദ സൺ റേഡിയേഷൻ യൂസിങ് സോളാർ പാനൽ, സോളാർ തെർമൽ സിസ്റ്റം. അതെ, സൗരപ്രകാശത്തെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നതാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ വരുന്നതാണ് വിൻഡ് എനർജി. എന്താണ്? ജനറേറ്റഡ് ബൈ കൺവിൻസിങ് ദ കൈനറ്റിക് എനർജി ഓഫ് വിൻഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി വിത്ത് ദ വിൻഡ് ടർബൈൻസ് ആണ്. ആൻഡ് പിന്നെ വരുന്നതാണ് ഇത് ഹൈഡ്രോ പവർ. എന്താണ്? പ്രൊഡ്യൂസ്ഡ് ബൈ ഹാർനസിംഗ് ദ എനർജി ഓഫ് ഫ്ലോയിങ് വാട്ടർ, റിവേഴ്സ്, ഡാംസ് ആൻഡ് വാട്ടർഫാൾസ് ആണ്. പിന്നെ വരുന്ന എന്താണ്? ബയോമാസ് എനർജിയാണ്. എന്താണ്? ക്രിയേറ്റഡ് ഫ്രം ഓർഗാനിക് മെറ്റീരിയൽസ് ലൈക്ക് പ്ലാന്റ് റെസിഡ്യൂൾസ് ആൻഡ് എനിമൽസ് വേസ്റ്റ് ഓഫ് ഹീറ്റിംഗ് ഇലക്ട്രിസിറ്റി ആൻഡ് ബയോഫ്യൂവൽസ് ആണ്. പിന്നെ വരുന്നതാണ് ജിയോ തെർമൽ എനർജി. എന്താണ്? ഡിറൈവ്ഡ് ഫ്രം ദ എർത്ത് ഇന്റേണൽ ഹീറ്റ്, ഹോട്ട് വാട്ടർ സ്റ്റീം ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷൻ ആൻഡ് ഡയറക്ട് ഹീറ്റിംഗ് ആണ്. പിന്നെ വരുന്നതാണ് എന്ത്? ടൈഡൽ ആൻഡ് വേവ് എനർജി. എന്താണ്? യൂസസ് ഓഷ്യൻ വാട്ടർ മൂവ്മെന്റ് ആണ്, ഗ്രാവിറ്റേഷണൽ പുൾ ഓർ സർഫേസ് വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്താണ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്താണ്? വാട്ട് ഈസ് ഇന്ത്യസ് ഇനിഷ്യേറ്റീവ് ടു ബൂസ്റ്റ് റിന്യൂവബിൾ എനർജി എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്?
ഈ റിന്യൂവബിൾ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നത് ഏതൊക്കെ? ഒന്ന്, പ്രധാൻ മന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഈവം ഉത്തം മഹനീയം PM കുസും. അതുപോലെ തന്നെ എന്താണ് PLI സ്കീം ഫോർ സോളാർ PV മൊഡ്യൂൾസ്, പ്രധാൻ മന്ത്രി സൗരോർജ യോജന, സോളാർ പാർക്സ് ആൻഡ് അൾട്രാ മെഗാ സോളാർ പവർ, ഗ്രീൻ എനർജി കോറിഡോർ സ്കീം, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, നാഷണൽ ബയോ എനർജി പ്രോഗ്രാം ആൻഡ് FDI റിന്യൂവബിൾ എനർജി. ഇതൊക്കെ എന്താണ് റിന്യൂവബിൾ എനർജിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന എന്താണ് സ്കീമുകളാണ്. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? വിക്രം സാരാഭായ്. എന്താണ് ന്യൂസ് വരാൻ കാരണം? എവറി ഇയർ the 13th December is observed was the death anniversary of വിക്രം സാരാഭായ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇദ്ദേഹത്തിന്റെ ഏർലി ലൈഫ് നോക്കുകയാണെങ്കിൽ 12th August 1999 അഹമ്മദാബാദ് ഗുജറാത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഒരു അഫ്ലുവന്റ് ജെയിൻ ഫാമിലിയിലാണ് സാരാഭായ് ജനിക്കുന്നത്. ആൻഡ് അംബാല ആൻഡ് സരാല ദേവിയുടെ പുത്രനായിരുന്നു. ഈ 8 പുത്രന്മാരിൽ ഒരാളായിരുന്നു. He showed creative promise early, building working model drainage engaging at 15, now preserved community science center in Ahmedabad. അതുപോലെ തന്നെ he completed its tripos undergraduate degree in natural science from St. John's College, Cambridge, 1940, and he returned to India during World War II. Research cosmic under the Dr. C.V. Raman Indian Institute of Science and Bengaluru, and he was awarded PhD from the Cambridge in 1947 for his thesis of cosmic rays. ഇനി ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെഗസി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഏതിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്നു വെച്ചാൽ അത് മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. ഒന്ന്, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി PRL അഹമ്മദാബാദ്, അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ അഹമ്മദാബാദ്, അതുപോലെ തന്നെ എന്താണ് ദർപ്പൺ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സ് ധൻബാദ്, ആൻഡ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരം, ആൻഡ് സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദ്, ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഹൈദരാബാദ്, ആൻഡ് യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ജിഗുല ബീഹാർ. ഇതൊക്കെ ഇതിന്റെ എന്താ ഇദ്ദേഹം കൊടുത്ത കോൺട്രിബ്യൂഷൻസിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇതെന്താണ് ന്യൂസായി വരാൻ കാരണം? India's infrastructure has transformed over past 25 years with the increased progress and private participation. However, challenges remain as 90% of the required infrastructure is yet to build to research $30 billion economy global by 2047. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇനി ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? PM ഗതിശക്തി സ്കീം ആൻഡ് ഭാരത് മാല സ്കീം, നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ ആൻഡ് സാഗർമാല പ്രോജക്ട്, ഉദ്ദേശ് കാ ആം നാഗരിക് ഒക്കെ എന്താണ് ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഈ വീക്കിൽ എന്ത് ചെയ്യാനുള്ള നോക്കാനുള്ള. ഓക്കെ, താങ്ക് യു.